അജേഷ് പിള്ള, നമുക്കൊരു കൊച്ചിൻ ഖലീഫയുടെ ഒക്കെ ഒരു ചെറിയൊരു എവിടെയോ ഒരു നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലാഘവത്തോടു കൂടി വന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെറിയ ഒരു നർമ്മരംഗം ഞങ്ങൾക്ക് അവതരിപ്പിച്ചാൽ. എല്ലാവർക്കും നമസ്കാരം. SNCSന്റെ 139-ാം അധ്യായത്തിലെ നർമ്മരംഗമാണ് എനിക്ക് അർപ്പിതമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത്. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം അനന്ത ചേച്ചിയൊക്കെ ചിരിക്കുന്നുണ്ട്. ചേച്ചി കാരണം ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് ചിരിക്കുകയാണ്. എൻ്റെ കൂടെ വന്നത് അവിവാഹിതനായ നമ്മുടെ അവതാരകനായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞാണ് വന്നത് ഇവിടെ എന്ത് അവതരിപ്പിക്കും എന്നുള്ളത്. കാരണം എനിക്ക് ആരെയും ചിരിപ്പിച്ച അത്ര വശമൊന്നുമില്ല. എങ്കിലും ഞാനൊരു ചിരിപ്പിക്കലെന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒന്നാണ്. പക്ഷെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. കാരണം സാബുപ്പാലയെ പോലെയൊക്കെ മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ചിരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം പുള്ളി എൻ്റെ വ്യാകരണ തെറ്റുകളൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ വ്യഗ്രതയോടുകൂടി ഇരിക്കുക. അപ്പോൾ ഞാനൊരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കാരണം എൻ്റെ വീടിന് അടുത്തുള്ള അപ്പുറത്തെ 2 ചേട്ടന്മാരായിരുന്നു. അവരുടെ ഒരു കഥ പറഞ്ഞുകൊണ്ട് 2 കഥ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയോടെ വിശ്വാസത്തോടു കൂടി തുടങ്ങാം. ഇപ്പം നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ട് വരുന്ന സമയത്ത് വൈകിട്ട് വീട്ടിൽ വന്ന ഉടനെ നമ്മൾ 4 മണിക്ക് വന്നു കഴിഞ്ഞ് ചോറുണ്ണാറുണ്ട് സാധാരണ. അപ്പം എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് 2 ചേട്ടന്മാരുണ്ട് എൻ്റെ ആ വീട്ടിൽ. അപ്പം ഞാൻ ഒരു ദിവസം യാദൃശ്യമായിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് 2 പേരും ചോറും കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിനകത്ത് മൂത്ത ആളിൻ്റെ പാത്രത്തിൽ മീൻ തീർന്നു പോയി. അപ്പോൾ 2 പേരും കൂടെ അടികൂടിയാണ്. ഇളയവൻ്റെ നിന്ന് എടുക്കാൻ നോക്കുന്നു, അവൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ വെള്ളം വെച്ച് അടുക്കളയിലേക്ക് ഓടിപ്പോയി മീനെടുക്കാൻ പോയി. മീനും എടുത്ത് തിരിച്ചു വന്നപ്പോഴാണ് കാണുന്നത് പുള്ളിയുടെ പാത്രത്തിലെ ചോറ് മൊത്തം കോഴി കൊത്തി തിന്നുക. പുള്ളി അനിയനോടുള്ള ദേഷ്യം പിടിച്ചിട്ട് ആ കോഴിയെ പിടിച്ച് നിലത്തടിച്ച് അത് കണ്ട് രുദ്രരൂപിണിയായി വന്ന അമ്മ അപ്പൊ തന്നെ ആ കോഴിയെ കട്ട് ചെയ്ത് കറി വെച്ച് 2 പേർക്കും കൊടുത്തു. ഇത് എൻ്റെ കണ്ണിൽ കണ്ട സംഭവമാണ്. അതൊരു ചെറിയൊരു തമാശയായിട്ട് എനിക്ക് തോന്നി. അല്ലാതെ എന്തെങ്കിലും ചിരിപ്പിക്കാൻ പോലെ പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ചിരിച്ചു തരണമെന്നാണ് ചിന്തിച്ചുകൊണ്ട്. അതുപോലെ ഞാനൊരു വായിച്ചൊരു കഥയും കൂടെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഒരു മത്തായി എന്ന് പറഞ്ഞ ഒരാള് ഒരു അടിച്ച് വളരെ കൂസായിട്ട് ആടി ഒലഞ്ഞ ഒരു കന്യാസ്ത്രീ മഠത്തിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. പുള്ളി കന്യാസ്ത്രീ മഠത്തിന്റെ ഗേറ്റ് കണ്ടപ്പോൾ മദ്യലഹരിയിലായ അയാൾക്ക് ആ ഗേറ്റിൽ പിടിച്ചൊന്ന് തൂങ്ങാനൊരാഗ്രഹം. ഗേറ്റിൽ പിടിച്ച് തൂങ്ങി ബഹളം വെച്ചു. ഇത് കണ്ട കന്യാമഠത്തിലെ സ്ത്രീകള് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് വന്ന് അക്രമരൂപിയായ ആ മത്തായിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും കേസ് ഫയൽ ചെയ്യുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് പുള്ളിയെ 2 ദിവസം കഴിഞ്ഞ് റിമാൻഡ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോയപ്പോൾ ജഡ്ജി മത്തായിയോട് ചോദിച്ചു, നീ ചെയ്ത കുറ്റം എന്താണെന്നറിയാമോ? ഞാൻ കന്യാസ്ത്രീ മഠത്തിന്റെ ഗേറ്റിൽ കയറി തൂങ്ങി നിലവിളിച്ചു, ഇതാണ് ഞാൻ ചെയ്ത കുറ്റം. നിനക്ക് ആ കുറ്റത്തിന്റെ വ്യാപ്തി എന്താണെന്നറിയാമോ എന്ന് ചോദിച്ചു. മത്തായി പറഞ്ഞ കൂസായിട്ട് എനിക്കറിയാം. ഇപ്പൊ എന്താ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ വിധി വിധിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ജഡ്ജി 500 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. മത്തായി എത്രയും പെട്ടെന്ന് ഉടുത്തിരുന്ന മുണ്ടൊന്ന് പൊക്കി പുള്ളിയുടെ നിക്കറിൽ നിന്ന് പൈസ എടുത്തിട്ട് അവിടെ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കണ്ട ജഡ്ജി ദേഷ്യം പിടിച്ച് അപ്പൊ തന്നെ ഓർഡർ ഇട്ട് മത്തായി പിടിച്ച് ജയിലിടാം. ഇത്രയേ ഉള്ളൂ. എല്ലാരും ചിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചോടെ നിർത്തുന്നു, പോകുന്നു. നന്ദി ശ്രീ അജേഷ് പിള്ള. അപ്പൊ എല്ലാവരും തിരിച്ചെത്തിയിരിക്കുന്നു അല്ലേ? ചിരിച്ചല്ലേ? എന്നാൽ ആ ഒരു ഇതിലോട് കൂടി തന്നെ നല്ലൊരു കൈയടി അദ്ദേഹത്തിന് നൽകുകയും